എല്ലാവരും ചോദിച്ച് കുറേ പേര് വിളിച്ച് എന്ത് വീഡിയോ ഇടാത്തത് കാര്യങ്ങളൊക്കെ ചോദിച്ച് വീഡിയോ ഇടാത്ത കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഷാൻ 3 മണിക്ക് പകൽ 3 മണിക്ക് പോയ കാര്യം കുറേ പേർക്ക് അറിയാൻ പോയിട്ട് രാത്രി 12:05 വന്നിട്ടുണ്ടായിരുന്നു. നല്ല കുടിച്ചിട്ടാണ് വന്നത്. വണ്ടിയിൽ കുറേ സാധനങ്ങളും കാര്യങ്ങളും ഏവൻ്റെ പെട്ടി കെട്ടിയേക്കണത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു സാബു എന്നൊക്കെ പറഞ്ഞ് ഒരു മച്ച 22 എന്തായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് MDMA കേസിൽ പ്രതികളൊക്കെയാണ്. അപ്പം അവരെ കൂടെ നേരെ പോയി കുടിച്ച് ഫിറ്റായി അവരെ സാധനങ്ങളെല്ലാം വണ്ടിക്കകത്താക്കി കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് വിളിച്ച് ഞാൻ പറഞ്ഞ ഈ കണ്ടീഷനിൽ ഇവിടെ കയറാൻ പറ്റില്ല. കാരണം കുടിച്ചുകൊണ്ട് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോൾക്ക് സത്യം ചെയ്ത് കൊടുത്തതാണ് ഇനി ഞാൻ കുടിക്കൂല അപ്പം കുടി. അവർ കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല, ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നു. ഒരു ഉടുക്കത്തുണിയില്ലാതെ വന്ന് കയറി ഇവിടെ ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങി കൊടുത്തു അൽഹംദുലില്ലാ. അപ്പോൾ എന്നെ വിറ്റ പൈസ ഞാൻ പറഞ്ഞു ഓക്കെ അത് നിന്നെ വിറ്റ പൈസ യൂട്യൂബിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല, വലുതായിട്ടൊന്നും നശിപ്പിച്ചൊന്നും കളഞ്ഞില്ല അൽഹംദുലില്ലാ. കടങ്ങളൊക്കെ കുറച്ചൊക്കെ തീർത്ത് മറ്റൊക്കെ തീർത്ത് ഇപ്പോൾ മോളെ സ്കൂളിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എന്തിനെനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവ് കുടിച്ചിട്ട് അതായത് MDMA കേസിലെ പ്രതിയും മോഷണ കേസിലെ പ്രതികളുടെയൊക്കെയാണ് കൂട്ട്. അപ്പോൾ എന്തായാലും ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്, ബൈക്ക് കൊടുക്കൂല, കാർ കൊണ്ടുപോയി പോട്ടെ, അത് എൻ്റെ പേർക്കല്ല. അതിലിനി ഒന്നും ഇല്ല, ചോർച്ചയൊക്കെ തുടങ്ങി. കാരണം എൻ്റെ മഴയത്തും അവിടെയും ഇവിടെയൊക്കെ കൊണ്ടിട്ട് വണ്ടി മൊത്തം തൊലഞ്ഞി നശിപ്പിച്ച് നാറ്റവും കുറേ പൂർത്തിച്ചക്കയും കള്ളൂപ്പിയും വണ്ടിക്കകത്ത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് തരണം എടുത്ത് തന്ന് അത് കൊണ്ട് പോവുകയും ചെയ്തു. ഇവിടെ അങ്ങനെ കുടിച്ചുകൊണ്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാനും ഒരു സമ്പാദ്യം ഇവിടെ ഇല്ല. പിന്നെ എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു പറ്റൂല, ഓക്കെ, ജോലി ചെയ്ത് അന്വേഷിക്കാനും പറ്റുന്നില്ല, പിന്നെ എന്തിനാണ് ഒരു ഭർത്താവ്. അപ്പോൾ ലാസ്റ്റ് കരഞ്ഞ് കാല് പിടിച്ചാണ് ഞാൻ കയറ്റിയത്. നീ ഇല്ലാതെ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ സരിതേനെ വിളിച്ച് എല്ലാം ഞാൻ സഹിച്ചു പോട്ടെ. അപ്പോൾ ഇനി ഏത് കണ്ടീഷനിൽ ജീവിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കാരണം നന്നാവാൻ ഒരു മാക്സിമം ഞാൻ എല്ലാം കൊടുത്തു, ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടന്നു. മക്കൾക്കും ഇക്കാക്കും ഒരുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തു. ഈ ഒരു സമയത്ത് ഒരു ഭാര്യയ്ക്ക് അവർ അധ്വാനിച്ചൊരു 5 പൈസ തരാനോ അവന് വേറെ ഒന്നിനോ കഴിവില്ല. അവന് വായിക്കൊരു കുഴപ്പമില്ല, ജോലിക്ക് പോയി വണ്ടി തട്ടി യൂട്യൂബിൻ്റെ ഏണിങ്സിൽ നിന്ന് ഒരു വിഹിതം അവൻ്റെ തള്ളയ്ക്കും കൊടുത്തു. ഞാൻ പറഞ്ഞു നിൻ്റെ ഉമ്മാക്ക് പോയി നീ സഹകരിച്ചു. ഞാൻ സഹകരിക്കില്ല, സഹകരിച്ച് നീ വല്ലതും കൊടുക്കും. കാരണം തള്ളമാരാണ്. എനിക്ക് അവന് ഷൂ തൊട്ട് നിക്കർ തൊട്ട് ഉടുപ്പ് തൊട്ട് ബനിയൻ തൊട്ട് എല്ലാം വാങ്ങിക്കൊടുത്തു. അതെല്ലാവർക്കും വാങ്ങിയിട്ടാ, മക്കൾക്ക് എല്ലാം വാങ്ങി. മോക്ക് വാങ്ങി, പിന്നെ അൽഹംദുലില്ലാ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തതാണ്. അപ്പോൾ അവൻ വെറുതെ അങ്ങ് വണ്ടി എടുക്കുക, കണ്ടവന്മാരെ കയറ്റുക, അതിനകത്ത് വെച്ച് കുടിയും പെടുപ്പും ബഹളവും ജീവിച്ചോട്ട് പോയി. ഇല്ല, പണ്ടൊരു ചൊല്ലുണ്ട്, എന്താണ്, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാൽ കിടക്കൂല. ഒരു ദീനീ ബോധമില്ല. ഒരു ദീനെന്ന് പറഞ്ഞാൽ അള്ളാന്നൊരു ഇതില്ല. കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംസാരിക്കണേന്ന് അറിഞ്ഞൂടാ. ഒരു മകൾ വളർന്നു, മകളെ ഞാൻ അപ്പുറത്താക്കി. എന്തുകൊണ്ടാണ്? ഇതൊന്നും അതിനെ ബാധിക്കരുത്. ഈ ആൺകൊച്ചുങ്ങളൊക്കെ കണ്ടു ഞാൻ എപ്പോഴും എനിക്ക് കൂട്ട് കാണും. മുത്തുമോനിക്ക് വയ്യ, അവൻ കുടിക്കാതിരുന്നാൽ നല്ലൊരു മനുഷ്യനാണ്, പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നെജില ഷാൻ ഈ ഇടയ്ക്ക് ഒരാഴ്ച മുമ്പായിട്ട് തോന്നുന്നു, പെരുന്നാളിൻ്റെ മുമ്പായിട്ട് പുള്ളിക്കാരി ഞങ്ങൾ ഒന്നിച്ചു പോലീസിൻ്റെ സമക്ഷത്തിൽ കുടിയെല്ലാം നിർത്തി, ഇനി അങ്ങനെയൊന്നും ഉണ്ടായില്ല, എൻ്റെയൊക്കെ നല്ലതായി, ഇനി ഒരിക്കലും കുടിക്കലൊന്നും ഉണ്ടായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരി, അൽഹംദുലില്ലാ, നല്ലതല്ലേ എന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ അതിൻ്റെ അടിയിൽ എപ്പോഴും ആളുകൾ പറയുന്നുണ്ട് ഇവനെ വിശ്വസിക്കരുത്, ഇവൻ തക്കം കിട്ടിയാൽ ഇവൻ കുടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴൊന്നും ഇവൾക്ക് ആ സമയത്തൊന്നും ഇവൾക്ക് അതൊന്നും ചെവിക്കൊള്ളുന്നത് പോലുമില്ല. അവളുടേതായിട്ടുള്ള ഒരു ഇതാണ്. ഷാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉമ്മ വേണ്ട, ഉപ്പ വേണ്ട, പിന്നെ മക്കൾ വേണ്ട, ആരും വേണ്ട. മകളെ, ഇവനെ പേടിച്ചിട്ട് മകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇവനക്ക് വേണ്ടിയിട്ട് മകളെ പോലും അകറ്റി എന്നുള്ളതാണ്. അത്രയും സ്നേഹിക്കുന്നു. ഇവൾ നാഴേക്ക് 40 വട്ടം സ്നേഹനിധികളായ മക്കൾ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇവന് വേണ്ടി മക്കളിനെ അടക്കം മാറ്റി നിർത്തി എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരി. എന്താ പറയുക, അവനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ഭയങ്കര എന്താ പറയുക, നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെയുള്ള കാണുന്നത്. അത്രയും നാളും അവനില്ലെങ്കിൽ ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സും ഈ പ്രേക്ഷകരും എല്ലാവരും വേണം, കാണുന്ന ആളുകളെല്ലാവരും വേണം. അത് അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അഹങ്കാരത്തിൻ്റെയോടുള്ള ആ ഒരു ടോണാണ്. അപ്പോൾ സംസാരത്തിലാണെങ്കിലും ആരെങ്കിലും ലൈവിൽ എന്തെങ്കിലും ചോദിച്ചാലും അവരെയൊക്കെ ഭയങ്കര തെറിവിളിയാണ്. അവനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അള്ളാനെ പേടിയാണ്, പിന്നെ അള്ളാ എന്ന് വിളിച്ചിട്ട് കുറേ അങ്ങനെ ഇരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ കുടിച്ചുകൊണ്ടിരിക്കുന്നവർ അവർക്ക് തക്കം കിട്ടി അവരത് കുടിക്കുക തന്നെ ചെയ്യുക. ആ ഒരു മദ്യപാനത്തിന് അടിമയായവർ ഒരിക്കലും അതിന്ന് മാറാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെജില എന്ന് പറയുന്ന വ്യക്തി ഈ തുപ്പിയതും തൂറിയതും എല്ലാം വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്നത് കൊണ്ടാണ് ഇത്രത്തോളം ഈ പെണ്ണിന് ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പം ആ മോന് വയ്യാന്ന് പറയുന്നുണ്ട്, ആ മോനെ എന്തോ ഇവൻ ചെയ്തതായിരിക്കും, ആ മോന് പനിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നേരത്തെ
പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് മോൾക്ക് ചെവിയിൽ എന്തോ അസുഖമാണെന്ന്. ചെവിയിൽ എന്താണ് ഇവൻ വെള്ളം കോരി ഒഴിച്ചിരിക്കുകയാണ് ഇവൻ്റെ ചെവിയിൽ. അപ്പോൾ എത്ര പോലീസിൻ്റെ ആണെങ്കിലും കുടിക്കേണ്ടവർ എങ്ങനെയാണെങ്കിലും കുടിക്കും. അത് തക്കം പാർത്തിരിക്കുന്ന ആ ഒരു ടൈമിൽ അവർ എങ്ങനെ വേണമെങ്കിലും കുടിക്കും. അത് എന്തിൻ്റെ ഇതിലാണ് നമ്മൾ എങ്ങനെ നന്നാക്കാൻ നോക്കിയാലും അത് നന്നാവില്ല. അത് അതിൻ്റെ ഇതാണ്. പിന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇങ്ങോട്ട് നീങ്ങാന്ന് മാത്രം. ഇപ്പോൾ ഈ കാര്യങ്ങൾ വന്നതും പോയതും എല്ലാം ഈ പുള്ളിക്കാരി ഇതിൽ വന്നിട്ട് പറയണത് കൊണ്ടാണ് ഇത്രത്തോളം ഈ പുള്ളിക്കാരിക്ക് നെഗറ്റീവ് ഇതാവേണ്ടത് വന്നത്. ഇപ്പോൾ അവൻ വന്ന സമയത്ത് പുള്ളിക്കാരിക്ക് കുറച്ച് വീഡിയോസിനൊക്കെ കുറച്ച് റീച്ച് കുറവായിരുന്നു. ഇപ്പോൾ അവൻ പോയി റീച്ചൊക്കെ വന്നിട്ടുണ്ട്. വന്നു എന്ന് പറഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞാൽ ആളുകൾ എടുത്ത് നോക്കുമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ തെറികളാണെങ്കിലും പുള്ളിക്കാരിക്ക് തെറികളാണെങ്കിലും കുഴപ്പമില്ല, തെറികളാണെങ്കിലും എനിക്ക് വ്യൂസ് മതി എന്നുള്ള ഒരു ഇതിലൂടെ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ആ ഒരു ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ അവൻ വന്നു കഴിഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ധാർഷ്ട്യത്തോടു കൂടി ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് അവരോട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇവള് എന്താണ് ഈ പബ്ലിക്കിന് മുമ്പിൽ ഈ വന്ന് ഇങ്ങനെ എല്ലാം പറയുന്നത് കൊണ്ട് തന്നെയാണ് പ്രശ്നം. എന്തിനാണ് ഇവളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കുറ്റം പറയും, പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊന്നാവും. ഇനിയിപ്പോൾ നോക്കിക്കോ, ഇപ്പോൾ എന്താണ് അതിൽ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ. എന്താണ് അവനക്ക് ആവശ്യമുണ്ടായിരുന്നു, അവനക്ക് കാറ് വേണമായിരുന്നു, കാറ് നന്നാക്കണമായിരുന്നു. ആ കാറ് നന്നാക്കാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ പെരുന്നാളിൽ നല്ല ഫുഡ് കഴിക്കണമായിരുന്നു, അതുപോലെ തന്നെ എന്താണ് ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ ആ ഒരു 3 കാര്യങ്ങളും വന്നു. യൂട്യൂബിൽ വരുമാനം പുള്ളിക്കാരിക്ക് വരാറായി എന്നുള്ളത് ഏകദേശം മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ വന്നു, അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി ആവശ്യമുള്ള പൈസയും അവൻ്റെ അക്കൗണ്ടിലാക്കി അവൻ ഒറ്റ മുങ്ങി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൊട്ടിയായി ഇവൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഇവളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നെങ്കിൽ അവൾ സേവ് ചെയ്ത് വെക്കണം. എന്താണ് ഇപ്പോൾ ഇവൻ ഇങ്ങനത്തെ ഒരുത്തനാണെന്നുള്ള പുള്ളിക്കാരിക്ക് 100% അറിയാം. എന്നിട്ടും അവനെ എൻ്റെ അല്ലിക്ക പൊന്നിക്ക എന്നും പറഞ്ഞിട്ട് അവനക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാനും ആ പനിയായ മോനെ പോലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ അവന് വെച്ചുണ്ടാക്കി കൊടുത്ത് അവനെ സുഖിപ്പിക്കാൻ ഈ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കണ്ടു നോക്കൂ. അവനെ പോലെ ഒരു ക്രിമിനൽ വേറെ ആരുമില്ല. ഒന്നാമത്തെ കാര്യം അവൻ്റെ ഫാമിലിയും ഇതല്ല. ഇതൊക്കെ അപ്പോൾ അതുകൊണ്ട് അയാളെ വഴിക്ക് പോയി ജീവിച്ചോട്ടെ. എന്തായാലും എൻ്റെ വീട്ടുകാരും എനിക്കില്ല. ഇവനെ കാരണം എനിക്ക് ആരുമില്ല. നല്ലൊരു ഭർത്താവ് ആയിരുന്നു എങ്കിൽ അൽഹംദുലില്ലാ റാത്തായന് 24 മണിക്കൂറും ചുണ്ടിൻ്റെ അടിയിൽ വയ്ക്കണം. എന്നാലും എല്ലാം അവന് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുത്ത് അത് മക്കൾക്ക് വാങ്ങിക്കൊടുത്ത് മക്കളെ അവനെ ഒരുപോലെ നോക്കി ഞാൻ ഇതുവരെ കൊണ്ടുവന്നു. ഇപ്പം എനിക്ക് സങ്കടമൊന്നുമില്ല. പോട്ടെ. കാരണം കുടിച്ച് ജീവിക്കാൻ പറ്റൂല. ഇതെല്ലാവരും കൂടി എടുത്തുകൂട്ടി വെച്ച് തന്ന വീടാണ്. അവൻ ഇവിടെ കുടിച്ച് കയറി കിടക്കാനും പറ്റില്ല. അപ്പോൾ അവൻ്റെ കാര്യം നോക്കി പോയി ജീവിച്ചോട്ടെ. ഡോക്ടർ അവൻ്റെ കണ്ണിൻ്റെ മഞ്ഞപ്പ് കണ്ടപ്പോൾ പറഞ്ഞു റൈറ്റും ലെഫ്റ്റും കിഡ്നി ഒന്ന് ടെസ്റ്റ് ചെയ്യണം, ഡയാലിസിൻ്റെ ഒക്കെ കട്ടായി കാണും. കാരണം വെച്ചാൽ കുറഞ്ഞ സാധനങ്ങൾ വെള്ളം ചേർക്കാതെ അടിക്കുന്നതാണ്. ഇന്നലെ വണ്ടിയിലെ നാറ്റോ അവൻ വന്നപ്പോഴുള്ള നാറ്റോ നിന്നങ്ങ് ആടെ തന്നെയാണ്. ഇനി പിടിച്ചാലൊന്നും കിട്ടില്ല. കാരണം ക്രിമിനലുകളുമായിട്ടും അങ്ങ് കൂട്ടായിപ്പോയി. പക്ക ക്രിമിനൽ MDMA കേസ് ജയിലിൽ കിടന്നതല്ലേ. ഇയാളും ജയിലിൽ കിടന്ന തന്നെ ഇതെല്ലാത്തിൻ്റെ കാര്യം മദ്യമാണ്. അവന് ഇഷ്ടം എങ്ങനെ നടക്കാനാണ്. ആഭാസത്തരം കാണിച്ച് കുടുംബത്തിൽ എന്നെ സോപ്പിട്ട് കുറേ പൈസ അങ്ങ് ഒപ്പിച്ച് ജോലിയൊക്കെ ചെയ്യാതെ കടവും മറിച്ച് അവന് ജീവിക്കണം. പോയി ജീവിച്ചോട്ടെ. അൽഹംദുലില്ലാ ഞാൻ എൻ്റെ മക്കളെ നോക്കി. എന്തായാലും 3 കുട്ടിയെ കുപ്പയില്ലല്ലോ, ആ കൂട്ടത്തിൽ തന്നെ പ്രസവത്തിന് ആരെങ്കിലും എനിക്ക് കാണും. ആ കൊച്ചൊരു തെറ്റും ചെയ്തില്ലല്ലോ. ഇനിയിപ്പോൾ അതാ വലിയൊരു ഫീറ്റൽ എക്കോണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവൻ്റെ മദ്യപാനവും കാര്യങ്ങളും. ആദ്യത്തെ കുഞ്ഞിനും കംപ്ലൈൻറ്റ്, ആദ്യം നല്ല മദ്യപാനം വരുന്ന റഹീമിന്. അപ്പം കുട്ടികൾക്ക് വയ്യ, ഹാർട്ടിന് കംപ്ലൈൻറ്റ് ആയിരുന്നു. ഇവരും മുഷ്താഖ് മോനും ഹാർട്ടിന് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ലായിരുന്നു മാഷാ അല്ലാഹ്. അപ്പോഴും അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഡോക്ടർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞത്. ഇപ്പം ഇവൻ യൂറിൻ പാസ് ചെയ്താൽ പോലും നമ്മളിപ്പോൾ യൂറോപ്പിലാണ് അകത്ത് വേറെ ബാത്റൂമിൽ വേണം, അതിനകത്ത് വരെ നമ്മളെ ഉറുമ്പ് മൊച്ചിയിരിക്കും. ഞാൻ ചോദിക്കും ഷുഗർ അത്രയ്ക്ക് കൂടുതലാണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല. അവന് ഒന്നിനും ഒരു ഉഷാറില്ല. കുറേ പൈസ കൊടുക്കുക, ഡൈൻ ബാർ എന്ന് പറയുന്നൊരു ബാറുണ്ട്, കുടിക്കും. ഇപ്പോൾ ലോക്കൽ സാധനങ്ങൾ മേടിക്കുക, വണ്ടിയിലെടുത്ത് വയ്ക്കുക, കുടിക്കുക. എനിക്കത് പറ്റില്ല. എൻ്റെ വീട് ഈ ബർക്കത്തുള്ള വീടാണ്. അത് നശിപ്പിച്ചിട്ടൊരു പരിപാടിയും പറ്റില്ല. അതുകൊണ്ട് അയാളെ വഴിക്ക് പോയി. വേറെ പിണക്കങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. സാധനങ്ങളെല്ലാം പെരുന്നാൾ മേടിച്ച സാധനങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ മേടിച്ചു കൊടുത്തെല്ലാം 2 കവറിലായിട്ട് പാക്ക് ചെയ്ത് കൊടുത്ത് അതുകൊണ്ട് ഇവള് ഇപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അവൻ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും പോലീസിൻ്റെ സമക്ഷത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി കുടിക്കില്ല. ഈ പുള്ളിക്കാരുടെ വിശ്വാസമാണ് ഈ പുള്ളിക്കാരെ ഇങ്ങനെ കൊണ്ട് എത്തിക്കുന്നത്. ഇപ്പോൾ എന്താണ് ആ 3 മക്കളെ ഓർത്തെങ്കിലും ഇതായിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. മക്കൾ അവൻ്റെ മക്കളല്ലല്ലോ, മക്കളെ ഓർക്കാൻ അവൻ്റെ മക്കളല്ല. അതുകൊണ്ട് പിന്നെ അവനക്കത് ഓർക്കേണ്ട കാര്യമില്ല. അപ്പം ഇവനെ പേടിച്ചിട്ട് തന്നെയാണ് ആ മൂത്ത മോളെ മസ്റൂറ ഫാത്തിമയെ അവിടെ അപ്പുറത്ത് ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിരിക്കുന്നത്. ഈ മോള് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട്
സമ്മതിച്ചിട്ടും ആ മക്കളെ നോക്കാനുള്ള ആ ഉമ്മമ്മൻ്റെ മനസ്സ്, ഇവളുടെ ഉമ്മയുടെ മനസ്സ് സമ്മതിക്കണം കേട്ടോ. ഇവള് നാഴിക്ക് 40 വട്ടം ആ ഉമ്മാനും ഉപ്പാനും കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും ആ ഉമ്മാനെ ഉപ്പാനും ഇനി പറയാത്തതൊന്നുമില്ല. പല ഇതിലും ഇവൾക്ക് തക്കം കിട്ടുന്ന സമയത്ത് ആ ഉമ്മാനും ഉപ്പാനും കുറ്റം പറഞ്ഞു. എന്നിട്ടും ഈ മോളുടെ ഈ കൊള്ളരുതായ്മയ്ക്കൊക്കെ കൊള്ളരുതായ്മയൊക്കെ അറിഞ്ഞിട്ടും ആ ഉമ്മ ആ മകളെ നോക്കുന്നുണ്ട്. അതും ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. മോളുടെ ഇവളുടെ കൂടെ ഇരുന്നപ്പോഴുള്ള ആ ഒരു കുട്ടിൻ്റെ ആ ഒരു ഇതും മോള് മാറി ആ ഉമ്മാൻ്റെ കൂടെ ഇരുന്നപ്പോൾ ആ മോളുടെ ആ ഒരു വ്യത്യാസം കാണണം. ആ മോളിപ്പോൾ സുന്ദരിയായിട്ട് ഇരിക്കുന്ന നല്ല രീതിക്ക് ആ ഉമ്മ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറയുന്നുണ്ട് അതിൽ എന്നെ നോക്കിയിട്ടില്ല, നിന്നെയെങ്കിലും ഉമ്മ നോക്കട്ടെ അത്. പിന്നെ നിന്നെ നോക്കാതെയാണ് ഇത്രയും വലുതായത്. നിന്നെ നോക്കി ഇത്രത്തോളം എത്തിച്ച് നിൻ്റെ ഈ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിനക്ക് എല്ലാവരും ഇല്ലാതായി പോയത്. നീ എന്താ പറയുക, ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു പ്രകൃതമാണ്. ഇവള് നല്ലൊരു വ്യക്തിയേ അല്ല, ഇവളുടെ നാവും ശരിയല്ല. ആ ഷാൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വ്യക്തി നെജില എന്ന് പറയുന്ന വ്യക്തിയുടെ നാവ് ഒട്ടും ശരിയല്ല. അത് നമുക്ക് പല വീഡിയോസുകൾ നമുക്ക് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇവള് അവൻ വരുന്ന സമയത്ത് ഭയങ്കര അഹങ്കാരമാണ്. അത് കഴിഞ്ഞ് പിന്നെ പഞ്ചപാവം. അവളെപ്പോലുള്ള ഒരു ആലിമ പിന്നെ ലോകത്ത് എവിടെയും ഉണ്ടായില്ല. അങ്ങനത്തെ ഉള്ളൊരു സംസാര രീതികളാണ്. അതുപോലെ ഓരോ കമൻറ്റുകൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അടുത്ത പിരിവിനുള്ള നാടകമാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ മോളെ ഇനിയും 2 മാസം മുന്നേയും പറഞ്ഞത്, കയറ്റൂല, വേണ്ട, പോയി തൊലയട്ടെ എന്നൊക്കെ. എന്നിട്ടും പിന്നെ കയറ്റില്ല. എന്തൊരു മനുഷ്യനാണ്. അതാണ് നേരത്തെ ഇതേപോലെ പറഞ്ഞതാണ്. പിന്നെയും അവൻ കയ്യും കാലും പിടിച്ച് വന്നു കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും ഒരു പോലീസിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി അങ്ങനെ വീണു. അത് ഒന്നിച്ചു. അതാണ് ഈ പുള്ളിക്കാരിക്ക് പറ്റുന്ന തെറ്റ്. നമ്മൾ കൂടെ ഇരിക്കുമ്പോഴും നിരന്തരം കുടിച്ച് നമ്മളില്ലാത്ത സമയത്തുള്ള ആ ഒരു ഇതല്ല. പുള്ളിക്കാരിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും അവൻ നിരന്തരം കള്ളു കുടിച്ചുകൊണ്ടേയിരിക്കുന്നൊരു പ്രകൃതമാണ്. ഇവരിൽ ഇല്ലാത്ത ടൈമിലോ വല്ലതും ആണ് എങ്കിൽ കുഴപ്പമില്ല. ഈ മക്കളും ഇതെല്ലാം കണ്ട് വളരുമല്ലോ. അത് 2 ആൺമക്കളാണ്. ആ മക്കളും ഇവൻ കള്ളും കുടിച്ച് വരുന്നത് കണ്ടാണ് ആ മക്കൾ വളരുന്നത്. ഇവൻ ആടി വരുന്നതും MDMA അതുപോലെ കള്ളു കുപ്പികളും ഇതൊക്കെ ആയിട്ട് വരുന്നത് ആ മക്കൾ കാണുന്നതാണ്. അപ്പോൾ ആ മക്കളെ അത് ബാധിക്കുന്നുള്ളത് ഒന്ന് ചിന്തിച്ചിട്ട് തക്കതായിട്ടുള്ളൊരു ഇത് എടുക്കുകയാണ് നെജിൽ ചെയ്യേണ്ടത്. പക്ഷേ അതൊന്നും ചെയ്യാതെ ഈ പുള്ളിക്കാരി എന്തൊക്കെയൊക്കെയോ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു. റീച്ച് മാത്രം മുഖ്യം എന്നുള്ള രീതിക്ക് ഷാൻ വന്നു, ഷാൻ പോയി എന്നുള്ള രീതിക്ക് ഉള്ളതെല്ലാം പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയുന്നുണ്ട്. എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. കാർ എടുത്ത് പോവുകയും ചെയ്തു. ബൈക്ക് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരേണ്ട ഷാനെ, ബൈക്ക് തരില്ല. കാരണം എന്ന് വെച്ചാൽ നിന്റെ കുടി മതിയാക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു കാലത്തോളം എനിക്ക് ഹറാമ പ്രവൃത്തി ചെയ്ത് നിന്നോട് ജീവിക്കാനും പറ്റില്ല. നിന്നിൽ നിന്ന് എനിക്കൊരു സന്തോഷവും സുഖവും കിട്ടത്തുമില്ല. നീ നിന്റെ ശരീരസുഖത്തിനും നിന്റെ ഇതിനും വേണ്ടി നീ കുടിക്കുന്നു. എനിക്ക് പറ്റൂല. അപ്പോൾ നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എൻ്റെ ബൈക്കിൽ നിന്ന് ഇനി ഒരു കാരണത്തിനും വരികയും ചെയ്യുന്നു. എൻ്റെ ഫോണിലോട്ടൊരു കോൾ വിളിക്കുകയും ചെയ്യുന്നു. എൻ്റെ വീട്ടുകാരും ആരും എനിക്കിനി വേണ്ട. കാരണം എന്ന് വെച്ചാൽ നീ നോക്കി, ഞാൻ നോക്കി, മറ്റൊന്നും എനിക്കൊരു സമാധാനവും ഇല്ല. അതുകൊണ്ട് ഒരു ചാൻസ് കൂടെ ഞാൻ പോലീസ് സ്റ്റേഷൻ സമക്ഷത്തിൽ അവർ കൊടുത്തതാണ്. നന്നാവില്ല, ഒരു കാരണത്തിന് നന്നാവില്ല. അതുകൊണ്ട് കുടിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് നോക്കാൻ പറ്റില്ല. എന്നെ കൊണ്ട് അതിനുള്ള സാമ്പത്തികവും ഇല്ല. ഞാൻ ഒരു കൂലിപ്പണി ചെയ്തെങ്കിലും മക്കളെ ഞാൻ നോക്കും. ഞാൻ കഴിവിൻ്റെ പരമാവധി സ്നേഹം കൊടുത്തു. കഴിവിൻ്റെ പരമാവധി എന്നല്ല എല്ലാം കൊടുത്തു. അവനൊരു കുഞ്ഞിനെ കൊടുത്ത് വിലമതിക്കാൻ പറ്റാത്തതാണ് നമുക്ക് മക്കൾ. ഇതൊന്നും അവനിലൊരു പാഠമല്ല. അവന് മദ്യപാനം, അതാ കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞാൽ ഒരെണ്ണവും കുടുംബമില്ലാത്തവന്മാർ, ഒരെണ്ണത്തിന് കുടുംബമില്ല. അവന് ഇഷ്ടപ്പെടുന്ന ഷൂ മേടിച്ചു കൊടുത്തു. അത് മക്കൾക്കും അതുപോലെ തന്നെ വാങ്ങിക്കൊടുത്തു. അവർക്ക് ക്രോപ്സ്, അവർക്ക് ഷൂ പറ്റൂല. കൊച്ചു മക്കൾ സ്കൂളിലൊക്കെ ഇടാനുള്ളതല്ലേ. അവന്മാർക്ക് കെട്ടിയരിപ്പും ഇപ്പോൾ ഞാൻ കെട്ടിയരിപ്പും മിസലിമോൻ 2 ജോഡി ഞാൻ ഇപ്പോൾ മേടിച്ചു. മുത്തുമോൻ 1 ജോഡിയെ മേടിച്ചു. പിന്നെ ഇപ്പോൾ സിൽപ്പർ മേടിച്ചു. മൊത്തം 3 ജോഡി മേടിച്ചു. മുത്തുമോന് 2 ജോഡി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ആർക്കും ഈ അവസ്ഥ വരാതിരിക്കുന്നത്. ഇവനെ കൊണ്ടൊരു സന്തോഷം എനിക്ക് ഉണ്ടാവുന്നില്ല. മാക്സിമം ഞാൻ സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇവിടെ ഇനി വരരുത്. എനിക്ക് ഒട്ടും ഒരുമിച്ച് ജീവിക്കാനും പറ്റൂല. കാരണം മദ്യം മോള് വളർന്നു വരുന്നത്. ഞാൻ ഇന്നലെ അവൻ്റെ അടുത്ത് പറഞ്ഞു. മദ്യത്തിൻ്റെ ലഹരിയിൽ നിൽക്കുന്ന ഒരാളടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മടുത്ത് ഞാൻ തന്നെ. നാടും മടുത്ത്, വീടും മടുത്ത്, എല്ലാം മടുത്ത്, ഞാനും മടുത്ത്. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ഈ കാര്യങ്ങൾ തന്നെയാണ് പുള്ളിക്കാർ ഒരാഴ്ച മുമ്പ് 1 മാസം മുന്നേ ഉള്ള വീഡിയോസിലും ഇങ്ങനെ തന്നെ പറഞ്ഞത്. ഇനി അവനെ സ്വീകരിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആളുകൾ കെട്ടിച്ചു കൊടുത്ത പോലെയാണ് പുള്ളിക്കാർ വന്നിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ മുന്നിൽ വന്നിട്ട് പറയുന്നത്. നമ്മൾ കാണുന്നവർ പുള്ളിക്കാരിയെ
എന്നാൽ ഷാനിനെ തന്നെ നീ കല്യാണം കഴിക്കണം, ഷാനുമായിട്ട് ഒന്നിച്ചിരിക്കണമെന്നുള്ള നമ്മളെ നിർബന്ധിച്ച് പുള്ളിക്കാരി കെട്ടിച്ചു കൊടുത്ത പോലെയാണ് പുള്ളിക്കാരൻ്റെ സംസാരം. ഈ അവൻ പോയി കഴിഞ്ഞാലുള്ള സംസാരം, അവൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ പറയുന്ന നമ്മളോ അല്ലെങ്കിൽ ഈ കമൻ്റ് ഇടുന്ന നമ്മളോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സൊന്നും ആരുമല്ല. അത് അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് വേണം, ഈ പറയുന്ന യൂട്യൂബേഴ്സ് വേണം, എല്ലാവരും വേണം. അവൻ എന്താണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ട. എൻ്റെ അല്ലിക്ക പൊന്നിക്ക കമൻറ്റിൽ പറയുന്ന പോലെ അല്ലിക്ക പൊന്നിക്ക മതി, പിന്നെ ആരുടെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ നീ നേരത്തെ പറഞ്ഞത്, പിന്നെയും നീ അവനെ സ്വീകരിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് പറഞ്ഞത് കൊണ്ടാണ്, ആ മോളെ വെച്ച് സത്യം ചെയ്തിട്ടാണ് ഇവള് എന്താണ് ഇപ്പോൾ ഇവനുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നത്. എന്താണ് അവനക്ക് അവൻ്റെ സ്വന്തം മോളല്ല, അവനക്ക് സത്യം ചെയ്താലും സത്യം ചെയ്തിട്ടില്ലെങ്കിലും അവനൊന്നും അത് ബാധിക്കുന്ന കാര്യമേ അല്ല. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് വിട്ടേക്കുക. നമ്മൾ ഉപദേശിക്കാനോ നന്നാക്കാനോ പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നമ്മളായിട്ട് മുന്നോട്ട് ജീവിക്കുക. നമുക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ പോലീസിൻ്റെ സമക്ഷത്തിലും ആരെങ്കിലും പറഞ്ഞത് കൊണ്ടോ ഈ ആളുകളൊന്നും നന്നാവാനും പോകുന്നില്ല. ഈ കള്ളു കുടിച്ചവന്മാർ ഒരിക്കലും അത് ശരിയായി മുന്നോട്ട് വരാനും പോകുന്നില്ല. പിന്നെ എന്താണ് നമ്മളെ പേടിച്ചിട്ടിരിക്കുന്നവർ ഉണ്ടാവും, അത് അങ്ങനെ ആയിട്ട് ഇരിക്കും. അല്ലാതെ ഇപ്പോൾ ഇവള് ഉള്ളപ്പോൾ തന്നെ, ഇവളും മക്കളും ഉള്ളപ്പോൾ തന്നെ അവൻ കള്ളും കുടിച്ചിട്ട് വരാൻ അവനക്ക് ആരെയും ഒന്നും പേടിക്കാനില്ല, ആരെയും ഒന്നും പോവാനും ഇല്ലാത്ത ഒരു രീതിക്കാണ്. എന്താ വെച്ചാൽ ഇവളെപ്പോൾ അവൻ കരഞ്ഞു വന്നാലും ഇവള് സ്വീകരിക്കും എന്നുള്ളൊരു ഉറപ്പ് അവനുണ്ട്. അതുകൊണ്ടാണ് അവനും ഇങ്ങനെ തോന്നിയ പോലെ നടക്കുന്നത്. പുള്ളിക്കാരൻ വലിയൊരു പ്രശ്നക്കാരനൊന്നും അല്ല, ചെറുതായിട്ട് കള്ളു കുടിക്കും. പക്ഷേ ഈ പുള്ളിക്കാരുടെ നാവ് എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്ത അത്രയും ഇതാണ് പുള്ളിക്കാരുടെ നാവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കും കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതാണ് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോൾ ഇവളെ പിന്നെയും സ്വീകരിച്ചോ, ഇവൾക്ക് പ്രാന്താണോ വട്ടാണെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറേ കമൻസുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഒരു ടോപ്പിക്, പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.